നമസ്തേ, രാംസ് വോയിസിലേക്ക് സ്വാഗതം. എപ്പോഴും ഞാൻ പറയാൻ വിട്ടുപോകാറുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് പറയാൻ മറന്നു പോകുന്നത്. പക്ഷെ ഞാൻ പറയാൻ മറന്നു പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സഹായിക്കുക. അപ്പം ഇന്ന് ഞാനിട്ട ടൈറ്റിൽ ഹലാൽ കുംഭമേള. കുംഭമേള തുടങ്ങി ഏകദേശം 2 ദിവസം കൊണ്ട് തന്നെ 1,60,00,000 പേര് അവിടെ എത്തിയെന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം, ഭാരതത്തിൻ്റെതല്ല, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് കുംഭമേള മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ കുംഭമേള തകർക്കും, തരിപ്പണാക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകളൊക്കെ വന്നിരുന്നു. അത് വഖഫിൻ്റെ ഭൂമിയാണ്, എന്തായാലും ശരി, അവിടെ കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത് ഇപ്രാവശ്യം യോഗി പറഞ്ഞു, എന്തായാലും ഇതൊരു ഹലാലായിട്ടുള്ള കുംഭമേള ആയിക്കോട്ടെ. അങ്ങനെ മിക്കവാറും ഭാരതത്തിൻ്റെ പല ആഘോഷങ്ങളും പതുക്കെ പതുക്കെ ഹലാലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതർത്ഥത്തിൽ ഹലാൽ രഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ ഞങ്ങൾക്കവിടെ കച്ചവടം തരണം, ഞങ്ങൾക്കവിടെ ബിസിനസ് ചെയ്യാൻ അനുവാദം വേണം എന്നൊരു സമൂഹം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഹലാൽ വേണ്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യത്തിലും തങ്ങളുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുകയും അത് മാത്രം വിപണനം ചെയ്യുകയും ചെയ്യുക എന്നുള്ള ആ സമൂഹത്തിൻ്റെ തന്ത്രത്തിന് വലിയ വില കൊടുക്കേണ്ടി വരികയാണ് ആ സമൂഹം. ഞാനിപ്പം നമ്മളിവിടെ മറന്നുപോയ ഹലാൽ വിഷയം എന്ന് അവിടെയും അങ്ങനെ മറന്നു പോകാറായിട്ടില്ല. കാരണം കേരളത്തിൽ ഹലാൽ വിഷയം നന്നായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അതുവരെ ആ ചർച്ച ചെയ്യും വരെയും നമ്മൾ പോകുന്ന ഹൈവേകളിലൊക്കെ ഹോട്ടലിൻ്റെ പേരിനേക്കാളും വലിയ പേര് ഹലാൽ എന്ന് അതിന് മുന്നിലുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ പേരിനേക്കാളും വലുതായിട്ട് ഹലാൽ വെച്ചിരുന്ന ഹോട്ടലുകളായിരുന്നു കേരളത്തിൽ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ. പക്ഷെ ഇന്ന് നിങ്ങൾ പോകുമ്പോൾ ഇത്തരം ഹോട്ടലുകളിൽ വളരെ കുറച്ചാണ് കാണുന്നത്. ഹലാൽ ഹോട്ടലുകൾ, ബോർഡുകൾ എന്തായാലും ഒരു 90% ഇല്ലാതായി. അത് കാരണം ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയുള്ള, കാരണം നമുക്ക് അന്ന് വന്ന ന്യൂസും അങ്ങനെയാണ്, തുപ്പി ഹലാലാക്കുക, മന്ത്രിച്ചൂതി ഹലാലാക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴും നമ്മൾ വീഡിയോസ് ധാരാളം കാണുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ആ വിശേഷങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ശരി, അത് സമൂഹം ചർച്ച ചെയ്യപ്പെടുകയും ആഹാരത്തിൽ മതം കലർത്തമുണ്ടാവുന്ന പ്രശ്നം തിരിച്ചറിയുകയും കേരളത്തിലെ ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹം ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. കഴിയുന്നത്ര അവർ ഇത്തരം ഈ വലിയ ബോർഡുള്ള ഹലാൽ ഹോട്ടലുകളെ നിരാകരിക്കുകയുണ്ടായി. അവിടേക്ക് കയറാത്ത വിധം മാറിപ്പോയി. തുടർന്നാണ് ഈ ബോർഡുകൾക്ക് മാറ്റം വന്നത്. ആ ഹലാൽ ബോർഡുകൾക്ക് മാത്രമല്ല മാറ്റം വന്നിരിക്കുന്നത്, ഇസ്ലാം നാമം ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന ഹോട്ടലുകൾ പതിയെ മതം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാറി. KMK, BK ബൈ, രുചി എന്നൊക്കെ പറഞ്ഞ് പേരുകൾ മാറ്റാൻ തുടങ്ങി. പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിക്കും, വെജിറ്റേറിയൻ ഹോട്ടലാണെന്ന് പറഞ്ഞ്. ഞാൻ അടുത്ത കാലത്ത് പല സ്ഥലത്തും പോയിട്ട് വെജിറ്റേറിയൻ കഴിച്ചപ്പോൾ ബില്ല് പേ ചെയ്യുമ്പോൾ അതിരേമാനും അബൂബക്കറൊക്കെയാണ് അതിനകത്ത് നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ കാണുന്നത്. അത്തരത്തിൽ മാറി. ഏത് വെജിറ്റേറിയൻ ഹോട്ടൽ, ഇപ്പം
ഈ പോറ്റി ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ നമ്പറുകൾ കൊണ്ട് അവർ വരേണ്ടി വന്നു. എന്തിലും മതം കലർത്തിക്കഴിഞ്ഞാൽ അത് ആ സമൂഹത്തിൻ്റെ നഷ്ടത്തിനെ കാരണമാവൂ എന്നുള്ളതിന് ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് കേരളത്തിൽ. ബിസിനസ്സിനെ അത് ബാധിക്കും. ഇപ്പം ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരുമുള്ള സമൂഹമാണ്, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. അപ്പം എല്ലാവരുമുള്ള ഒരു സമൂഹത്തിൽ എൻ്റെ വിശ്വാസം, ആ വിശ്വാസം ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് തിന്നാൻ സൗകര്യമില്ല എന്ന് പറയാനൊരു സമൂഹത്തിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. അത്തരത്തിൽ മടി കാണിച്ചപ്പോഴും ചില കടകൾ ഉപേക്ഷിച്ചപ്പോഴൊക്കെ ഉണ്ടായ നഷ്ടം ആ സമൂഹത്തിന് തന്നെയാണ്. നമ്മളൊരു ജനാധിപത്യ സമൂഹത്തിൽ പരസ്പരം മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജനവിഭാഗത്തിൽ ഏറ്റവും സമാധാനം ഉണ്ടാകുന്നത്. പരസ്പരം അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നമുക്ക് മതമാവാം, എനിക്ക് മതമാവാം, ഒരു വ്യക്തിക്ക് മതമാവാം. പക്ഷേ ആ മതം മറ്റുള്ളവരിലേക്ക് കുത്തിച്ചെലുത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ തൻ്റെ വിശ്വാസ പ്രമാണം മാത്രമേ ശരിയുള്ളൂ, ഞങ്ങൾ അതിലേ ജീവിക്കുള്ളൂ, നിങ്ങൾ വേണേ സഹിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാലോ. ഇന്ന് നമ്മൾ ആലോചിക്കണം, ഒരു ബയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടതല്ല. ഒരു കച്ചവട സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ അവിടെ സകല മതക്കാരും കയറിയാലേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അവിടെ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ആ വിശ്വാസം വെച്ചുകൊണ്ട് കച്ചവടം, ഞങ്ങൾക്ക് അത് മതി, ഞങ്ങളുടെ കച്ചവടം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്തൊരു സ്വർണ്ണക്കട, എന്താ അതിൻ്റെ പേര്, അള്ളാൻ്റെ പേരാ, നാക്കുകൊടുക്കുന്ന പേരായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഏതായാലും അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. സ്വർണം ഹലാലാക്കി, സ്വർണത്തെ പിടിച്ച് അങ്ങോട്ട് ഹലാലാക്കി. എങ്ങനെയുണ്ട്? ബിസ്മിയിൽ കടുത്തിറക്കുന്ന പോലെയാണ് സ്വർണത്തിനെ പിടിച്ച് ഹലാലാക്കിയത്. ആ ഹലാൽ ഏതിൽ കൂടെ വരുന്നതെന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഹലാലാക്കുന്ന പ്രക്രിയ എങ്ങനെയാണെന്നും ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ശരി, അങ്ങനെ കൊണ്ടുവരുന്ന സ്വർണം ഹലാലാക്കിയിട്ട് പണിക്കൂലി വേണ്ട, ഞങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കച്ചവടം മാത്രം മതിയേ എന്ന് പറഞ്ഞ് സമൂഹത്തിൽ ഒരു വിഘടനം സൃഷ്ടിച്ച് അതിനുശേഷം അസലായിട്ട് അങ്ങ് കൊടുത്തു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിവിടെ പറയാൻ പറ്റില്ല. എന്തായാലും 3G ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പം നെട്ടോട്ടോടുക പലരും കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത്, എൻ്റെ പൈസ പോയേ, എൻ്റെ കാശ് പോയേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഓടുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, മതത്തെ എത്ര കൃത്യമായിട്ട് കച്ചവടം ചെയ്തു. അള്ളാൻ്റെ പേരും പറഞ്ഞ് കച്ചവടം ചെയ്തു. ജനങ്ങൾ വീണു. ഓ, ഞങ്ങളുടെ മതക്കാരാണ്, ഞങ്ങളുടെ വിശ്വാസക്കാരാണ്, അതുകൊണ്ട് ഞങ്ങളിതാ അതിലേക്ക് മാത്രം പോകുന്നു, ഞങ്ങൾക്ക് മറ്റതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഹലാലായിട്ടുള്ള സ്വർണം മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ടാ ഇപ്പം കരഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ്. ഭീമാജല്ലൂരൊന്നും വേണ്ട, ഒക്കെ ശിർക്കിൻ്റെ ആൾക്കാരാണ്. ഈ ഒരു ചിന്ത എന്ന് ആലോചിച്ച് നോക്കൂ. ഞമ്മൻ്റെ കട, ഞമ്മൻ്റെ ബ്രാൻഡ്, ഇതിനൊന്നും കാലാകാലം നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല. അന്ന് ഈ ഹലാൽ വിഷയം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ തെരഞ്ഞു പിടിച്ചു, ഓരോ ഓണർഷിപ്പും തെരഞ്ഞു പിടിച്ചു, ലൈസൻസും നോക്കി, പേര് നോക്കി പുറത്ത് വിട്ടു, ദോഷം ചെയ്തു. ഒരു ചെറിയ വിഭാഗം ഈ ഹലാൽ ബിസിനസ്സിന് മാത്രമല്ല, ആ സമൂഹം നടത്തുന്ന പല ബിസിനസ്സിനും ദോഷം ചെയ്തു. ഇതവർ തുറന്നു പറയില്ല, പക്ഷെ നമുക്കറിയാം ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചു. ഇപ്പം പൗരത്വ വിഷയം സംബന്ധിച്ച് ഒരാഴ്ചയൊക്കെ കടകൾ അടച്ചിട്ടപ്പോൾ അന്ന് ഞാനാ പറഞ്ഞത്, ഹൈന്ദവർ കട തുടങ്ങണം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പട്ടിണിയായി പോകും.
പൗരത്വ വിഷയത്തിന് ശേഷം സാമാന്യ ഹൈന്ദവ സമൂഹം ധാരാളം പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയുണ്ടായി, കടകൾ ആരംഭിക്കുകയുണ്ടായി. എന്തിന്? അവർ കോഴിക്കടകളിലേക്കും മീൻ കടകളിലേക്കും തിരിഞ്ഞു. സാധാരണ ഹൈന്ദവർ മടിച്ചു നിൽക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. അവരിറങ്ങി. ഓരോ നാട്ടും പുറത്തും ഒരു കോഴിക്കട ഉണ്ടായിരുന്നത് 4 കോഴിക്കടയായി. ഹലാൽ കോഴിക്കട 1, ഹറാം കോഴിക്കട 3. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഈ ഒറ്റ ഹലാൽ കടയിലായിരുന്നു ആ കച്ചവടം മുഴുവൻ പോയിക്കൊണ്ടിരുന്നത്. അത് ബാക്കി 2 ഹറാം കോഴിക്കടയിലേക്കും കൂടി വിഭജിച്ചു പോകുമ്പോൾ സാമാന്യമായിട്ട് ചിന്തിക്കുക, ഈ കട കച്ചവടം കുറയും. ആ സമൂഹം മാത്രം വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ വന്ന് വാങ്ങിച്ചോളണം നിർബന്ധമില്ല. വാങ്ങിച്ചു കഴിഞ്ഞാലും നിലനിൽക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു സമൂഹം മാത്രമുള്ള പ്രദേശത്ത് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയിരിക്കാം. പക്ഷേ അങ്ങനെയല്ലല്ലോ ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു സമൂഹത്തിലേക്ക് വരുന്ന തങ്ങളുടെ ജോലി അതല്ലെങ്കിൽ കച്ചവടം ആയിട്ടുള്ള മേഖലകളിലേക്ക് ഇതര സമൂഹം വരാതിരിക്കാനുള്ളൊരു കാരണം ഈ പറയുന്ന ഹലാല് തന്നെയാണ്. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ സ്വർണം, ഞങ്ങളുടെ മരുന്ന്, ഞങ്ങളുടെ പരിപ്പ്, എല്ലാത്തിനും ഒരു പച്ച ഡോട്ട് ഇട്ടിട്ട് ഹലാൽ എന്ന് പേര് കൊടുത്തു. ഇപ്പം കുംഭമേള നടക്കുമ്പോൾ ധാരാളം കോടിക്കണക്കിന് മനുഷ്യരാണ് അവിടെ വരുന്നത്. അവിടെ ഒരു പെട്ടിക്കട ഇടുകയാണെങ്കിൽ പോലും എന്തായിരിക്കും ഫലം അറിയാലോ, എന്തുമാത്രം കച്ചവടം ഉണ്ടാവുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്തരക്കാർക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല. വേണ്ട, കാരണം നിങ്ങൾ ഹലാലിൻ്റെ ആൾക്കാരാണ്, നിങ്ങൾ ഹലാൽ വിട്ടിട്ടുള്ളൊരു കളിയില്ല. അതുകൊണ്ട് യോഗി പറഞ്ഞു ഹലാലിൻ്റെ കച്ചവടം വേണ്ട. അതല്ല, ഈ പാരമ്പര്യത്തെ, ഭാരത പാരമ്പര്യത്തെ അനുകൂലിക്കുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന ഏത് മതക്കാർക്കും അവിടെ വരാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഹലാൽ ഇടപാട് നടക്കില്ല. അങ്ങനെ ആർക്കാണ് നഷ്ടം? ഇപ്പം ശബരിമലയിൽ ഹൈന്ദവരെക്കാൾ കൂടുതൽ കച്ചവടക്കാർ മുസ്ലിംസാണ്. അവിടെയും അഹങ്കാരം കാണിച്ചു തുടങ്ങി, അവിടെയും പ്രശ്നമായി തുടങ്ങി. എവിടെയും ഈ പറയുന്ന കുത്തിച്ചെലുത്തുകളുണ്ടായിക്കഴിഞ്ഞാൽ, അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും. നമ്മുടെ ആഘോഷങ്ങളൊക്കെ കച്ചവടത്തിൻ്റെതാണ്. ഇപ്പം അറിയാലോ, ഓണം വന്നു കഴിഞ്ഞാൽ ഓണം ഫെസ്റ്റ് എല്ലാ മുസ്ലിങ്ങളുടെ കടയിലും ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ടുള്ള സാധനങ്ങളുണ്ടാവും. ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ ശർക്കര ചിലവാകുന്നത്, ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ പഞ്ചസാര ചിലവാകുന്നത്, പപ്പടം ചിലവാകുന്നത്, പച്ചക്കറി ചിലവാകുന്നത്. അത് ഒരു ദിവസമല്ല ഓണം പല ദിവസമാണ്. വിഷു, ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ നക്ഷത്രം വിൽക്കാത്ത മുസ്ലിം കടകൾ ഉണ്ടാവുമോ? ഹലാൽ നക്ഷത്രമാണോ? അങ്ങനെ ഈ സമൂഹത്തിൽ ഓരോ ആഘോഷങ്ങളും കച്ചവടക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യമാണ്. ഉത്സവങ്ങൾ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നത്. സാധാരണ വളക്കച്ചവടവും ഇതുമായിട്ട് ഒരു 10 ദിവസത്തെ ഉത്സവം പറഞ്ഞാൽ ആ 10 ദിവസത്തെ ഉത്സവത്തിൽ അതിലേറ്റവും കൂടുതൽ എല്ലാ മതസ്ഥരും വന്നാണ് ഈ വാങ്ങിക്കുന്നതും അതേപോലെ തന്നെ കച്ചവടം ചെയ്യുന്നതും. അപ്പോൾ ഒരു നാടിൻ്റെ ആഘോഷം മതാതീതമായിട്ട് ഉൾക്കൊണ്ടാൻ കഴിഞ്ഞാൽ മാത്രമേ അതിന് എല്ലാവർക്കും ഗുണം കിട്ടുള്ളൂ. യു പിയിലെ ചില മന്ദബുദ്ധികൾ പറയുന്നത് കേട്ട്, നേതാക്കന്മാർ പറയുന്നത് കേട്ട് ഈ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചവർക്കൊക്കെ നഷ്ടമാണ്. മറ്റൊന്ന് പറയാം, ഏറ്റവും കൂടുതൽ രാമക്ഷേത്രം പാടില്ല എന്നറിഞ്ഞ് ബഹളം ഉണ്ടാക്കിയത് ആരൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ച് നോക്കാം. ഇന്ന് ഈ രാമക്ഷേത്രം ഉയർന്നതിൻ്റെ ലാഭം ഹൈന്ദവർക്ക് മാത്രമാണ് കിട്ടുന്നത്. അയോധ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലമല്ലേ? ഇപ്രാവശ്യം അവിടെ തെരഞ്ഞെടുപ്പിൽ പോലും മുസ്ലിങ്ങളാണ് MP ആയിട്ട് വന്നിരിക്കുന്നത്, മുസ്ലിം MP ആണ് അവിടെ ഉള്ളത്.
അപ്പോൾ ഈ കോടിക്കണക്കിന് മനുഷ്യർ ആ പ്രദേശത്തേക്ക് വരുമ്പോൾ അവർ കഴിക്കുന്ന ചായ, അവർ കഴിക്കുന്ന കാപ്പി, അവർ കഴിക്കുന്ന പലഹാരങ്ങൾ, അവർ വാങ്ങുന്ന പെട്രോള്, അവർ താമസിക്കുന്ന ലോഡ്ജുകൾ, ഇതൊക്കെ തന്നെയും അഭിവൃദ്ധി പ്രാപിക്കും. ഏത് പ്രദേശത്താണെങ്കിലും ഏതെങ്കിലും കോടിക്കണക്കിന് മനുഷ്യർ വരുന്ന പ്രദേശങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാവും. മനുഷ്യർ വരുമ്പോൾ അത് ഏത് മതത്തിൻ്റെതായാലും ശരി, അത് മനസ്സിലാക്കണം. ഇപ്പോൾ സമ്പലിലേക്ക് വരാൻ പോകുന്നത്, സമ്പലിൽ അവിടുത്തെ പഴയ ആർക്കിടെക്ട് മുഴുവനും തിരിച്ചു വന്ന് അവിടുത്തെ പുണ്യക്ഷേത്രങ്ങൾ തിരിച്ചെടുത്ത് അവിടുത്തെ കിണറുകൾ ശുദ്ധീകരിച്ച് അത് ടൂറിസം മാപ്പിൽ വരുമ്പം ഈ സമ്പലിലേക്ക് ഓടിയെത്തുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു വർഷം. ഇതിൻ്റെ ഗുണം അവിടുത്തെ ക്ഷേത്രങ്ങളിലേക്ക് മാത്രമല്ല പോവുക, പ്രാദേശികമായിട്ട് അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്ന എല്ലാവരിലേക്കും ഇതിൻ്റെ ഗുണമെത്തും. ഇസ്ലാം സമൂഹത്തിന് ഇത്തരം ആഘോഷങ്ങളൊന്നും തന്നെയില്ല. ഒരു പെരുന്നാളും, ഒരു വലിയ പെരുന്നാളും ഒരു ചെറിയ പെരുന്നാളും, അതിന് ഇത്തരം ആഘോഷങ്ങളൊന്നുമില്ല. അവനവൻ്റെ വീട്ടിൽ ബിരിയാണി വെക്കുകയും തിന്നുകയും എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ആഘോഷവും ഇല്ലാത്ത സമൂഹമാണ് ഇസ്ലാം സമൂഹം. അവരുടെ കച്ചവടം നിലനിൽക്കുന്നത് മറ്റ് ഇതര സമൂഹങ്ങളിലെ ആഘോഷം കൊണ്ടാണ്. ഇസ്ലാം ആഘോഷങ്ങളെ വെറുക്കുന്നവരാണ്, നൃത്തത്തെ വെറുക്കുന്നവരാണ്, സംഗീതത്തെ വെറുക്കുന്നവരാണ്. അപ്പം എന്ത് ഫെസ്റ്റിവൽ നടന്നു കഴിഞ്ഞാലും അവിടെ ലാഭം യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് ഇതിനെ എതിർക്കുന്ന ഒരു സമൂഹമാണ് എന്നാലോചിക്കണം. പക്ഷേ ഇപ്രാവശ്യം UP ഗവൺമെൻറ് തീരുമാനിച്ചു അവിടെ മറ്റ് ഉള്ളവർക്കൊന്നും ബിസിനസ്സിന് ലൈസൻസ് കൊടുക്കണ്ട. മഹാകുംഭമേളയ്ക്ക് വരുന്ന കോടിക്കണക്കിന് മനുഷ്യർ അവർക്കിടയിലേക്ക് ഈ പറയുന്ന ഹലാലിൻ്റെ ഒരു നീട്ടം വേണ്ട, കച്ചവടം വേണ്ട എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണെന്ന് ആ സമൂഹം തന്നെ ചിന്തിക്കുക. ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് ഊടും പാവും ചേർന്നതാണ്. ഊട് മാത്രം കൊണ്ട് ഒരു തുണി ഉണ്ടാവില്ല, പാവും വേണം. ഒരു സമൂഹം അങ്ങനെയാണ്. ഭിന്നമായിട്ടുള്ള സമൂഹം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരുമയുണ്ടാവുകയും അവിടെ മേലോട്ട് ആ സമൂഹം കുതിക്കുകയും ചെയ്യുക. അതല്ല, അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, അത് തിന്നരുത്, ഇത് തിന്നരുത് എന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കുമ്പോൾ നിങ്ങളുടെ ഹലാല് ഞങ്ങളും തിന്നില്ല എന്നങ്ങോട്ട് ഞങ്ങളും ശാഠ്യം പിടിക്കും. ഞാനൊക്കെ ശാഠ്യം പിടിക്കാൻ തുടങ്ങിയതാണ്. അത് നഷ്ടമാക്കാൻ വരുന്നത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു ഇക്കാൻ്റെ കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ എൻ്റെ അങ്ങാടിയിൽ, മുസ്ലിം കട, ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ വിഭജനം ഉണ്ടാക്കുകയാണെങ്കിലോ നമ്മളത് വേണ്ടെന്ന് വയ്ക്കും. നമ്മളത് നോക്കും, ഹൈന്ദവരുടെ കട എവിടെയുള്ളത് അവിടേക്ക് മാറും, അല്ലേ? അങ്ങനെയല്ലേ? ഈ ഒരു സമൂഹത്തിന് മാത്രം ഇത്ര വാശി എന്തിനാണ്? ഇപ്പം ഞാൻ തമാശ പറയുന്നില്ല. എനിക്ക് മതം വിടാനുള്ള അവകാശമുണ്ട്. ഞാൻ മതം വിടും. ഞാൻ മതം വിട്ടു കഴിഞ്ഞാൽ അത് മറ്റാരും ബാധിക്കുന്ന എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാൻ മതം വിട്ടതിന് ശേഷം എൻ്റെ FBയിൽ ഇവർ ചെലുത്തുന്ന അല്ലെങ്കിൽ ഇവർ വിളിക്കുന്ന തെറികളുടെ, തെറി എന്ന് പറഞ്ഞാൽ പോരാ, അങ്ങേയറ്റത്തെ മോശം വാക്കുകളുടെ എന്താണ് പറയുന്നത്, ഒരു സമുദ്രം ഇങ്ങനെ ഒഴുകി വരിക, തെറി സമുദ്രം. എന്തിനാണ് ഈ അസഹിഷ്ണുത? അപ്പം ഞാനിന്ന് ഇതിൽ ലൈവിൽ വരാൻ തന്നെ കാരണം അതാണ്. കാരണം ഇവർക്ക് സ്വന്തം മതം,
അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെയില്ല. അതിനു വേണ്ടി ആരുടെ വാളിലും കയറി അങ്ങനെ ഞാൻ കുറച്ചു കാലമായിട്ട് യാതൊന്നും സംസാരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വിട്ടേച്ചതാണ് ഞാനല്ല. പക്ഷേ എന്നെ ഈ വ്യക്തിപരമായി കോയ എന്ന് വിളിച്ച് ശല്യപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ഹലാക്കിൻ്റെ അവരും കഞ്ഞി എന്ന് പറഞ്ഞ പ്രോഗ്രാം തുടങ്ങിയത്. കാരണം ഞാനൊരു കലാകാരനാണ്, എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന മേഖല എൻ്റെ കലയാണ്. ഞാൻ അത് വെച്ച് പ്രോഗ്രാം ചെയ്തു തുടങ്ങി. അതിനുള്ള തെറിവിളി എന്തെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു പോസ്റ്റിനിടയിൽ മുഹമ്മദ് ജാസി PM, എടാ കോയ, നീ എന്തൊക്കെ എഴുതി പിടിപ്പിച്ചാലും കോയ തന്നെയാണ്, എവിടെയാ ഇങ്ങനെ. പിന്നെ അടുത്തത്, മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം കഞ്ഞി കുടിക്കുന്ന പരട്ടകൾ, സംഘികളുടെ ആസനം നക്കാൻ വിധിക്കപ്പെട്ടവൻ, അത് ലത്തീഫ് ലത്തി. കോയ മുബാറക്, സ്വന്തം മുഖം നഷ്ടപ്പെട്ട വേട്ടാവളിയൻ, സംഘികളെ പറ്റിച്ച് ജീവിച്ചു, ഇപ്പോൾ അവരെ പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്തൊക്കെയോ പാവം പുച്ചുന്നു. ഇതറിയില്ല, ഭാഷയല്ലേ. നീ എത്ര പോസ്റ്റ് മുസ്ലിങ്ങൾക്കെതിരെ ഇട്ടാലും രോമൻ സിംഹ, നീ മുറിച്ച ഡാഷില്ലേ, അത് മുറിച്ചതുപോലെ തന്നെ നിൽക്കും. എന്തിനാടാ മൈ ഇങ്ങനെയൊക്കെ? അത് സക്കീം മമ്പാടായിരിക്കണം, MPD. ബഷീർ താനൂർ, രാമ, ഫേസ്ബുക്കിൽ ഇൽമ് ദിക്ർ എന്ന് അടിച്ചു നോക്ക്, നിനക്ക് തേഞ്ഞു പോകാനുള്ളതാണ് ഞങ്ങൾ വളർന്നുകൊണ്ടും. നീ എങ്ങനെ മുങ്ങിയാലും സംഘികൾക്കിടയിൽ നീ പൂടെ പോയ കോയ തന്നെയാണ്. ഒന്ന് ആലോചിച്ചു. ഇതാ ഞാൻ ആ പേരുകൾ വായിച്ചുതരാം. അഹമ്മദ് കുട്ടി അന്തിക്കാവിൽ, മുജീബ് റഹ്മാൻ, റഷീദ് LC, ചുരം തട്ടുകട, മുഹമ്മദ് അബ്ദുറഹ്മാൻ KT, നിഷാൻ ഷാ, ഹാസി MK, അമി. പച്ചത്തറികൾ. എൻ്റെ അല്ല, എൻ്റെ ഇത് 5 നേരം നിസ്കരിച്ച് ഒറ്റ നോമ്പും വിടാതെ മരിച്ച് മണ്ണടിഞ്ഞ എൻ്റെ ഉമ്മയ്ക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 5 നേരം നിസ്കരിച്ച് ഒരൊറ്റ നോമ്പും വിടാതെ ഇബാദത്തെടുത്ത് ജീവിച്ച ആണ് എൻ്റെ ഉമ്മ. ബാപ്പ പോട്ടെ, ബാപ്പ ചിലപ്പം കുറച്ച് പുരോഗമനവാദിക്കായിരുന്നു. കലിമ കേട്ട് മരിച്ച ആളാണ് എൻ്റെ ഉമ്മ. ആ ഉമ്മയെ ഇവരുടെ വകുപ്പ്, ഈ പറയുന്ന പേര് നാമധാരികൾ, ഇസ്ലാമിൻ്റെ മണിമുത്തുകൾ പറയുന്ന ചീത്ത വിളിയുണ്ടല്ലോ, എൻ്റെ അമ്മേനെ വിളിക്കുന്നത്. എന്നിട്ട് ഇവനൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഇതാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ ഷെരീഫ് ചേരാവള്ളി പോയി തെണ്ടി തിന്നട. അതിന് തെറികൾ നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇതിലൊരു 99% മുസ്ലിം നാമധാരികളാണ്. അപ്പോൾ പിന്നെ തിരിച്ചതേപോലെ കിട്ടില്ലേ? ചോദിച്ച് വാങ്ങുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സമൂഹം ചോദിച്ച് വാങ്ങുകയാണ്. മറ്റുള്ളവരെ തെറി വിളിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിക്കുന്ന എന്തിനോട്ടല്ലോ. എവറി ആക്ഷൻ ദർ ഈസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊടുക്കണം നമ്മൾ. ഒരു കുഞ്ഞിൻ്റെ കൂടെ നൃത്തം ചെയ്താൽ പോലും അതിനു പോലും ഭാഷ മാറ്റി. പിന്നീട് ഞാനിതെങ്ങനെ ഇവരെ വായിന്ന് ഇതെങ്ങനെ വരും? ഞാൻ അങ്ങനെ ഖുർആനൊന്നും വലിയ പഠിച്ച ആളല്ല. പക്ഷേ പിന്നീട് മനസ്സിലാക്കി, ഈ എക്സ് മുസ്ലിംസ് പറഞ്ഞപ്പോഴാണ് ഇത് അതിനകത്തുള്ളതാണ്, അവരുടെ ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചു വരുന്നതാണിത്. ഗ്രന്ഥത്തിൽ തന്നെ തള്ളയ്ക്കും തന്താക്കും വിളിക്കാൻ ഈ ഉടയതമ്പനെ പഠിപ്പിച്ചിട്ടുണ്ട് പോലും. അപ്പം പിന്നെ എന്തു ചെയ്യാൻ പറ്റും? ഇത് ഒരു
രാജ്യത്തെ മുഴുവൻ സമൂഹം ഇത് വായിക്കുന്നുണ്ട്. നീ ഈ പരട്ടകൾ മനസ്സിലാക്കണ്ടേ? അതിൽ കുറച്ച് പേരിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് കണാരൻ അതല്ലെങ്കിൽ ജോസഫ് എന്നൊക്കെ പേര് മാറ്റിയിട്ട് വരുന്ന ഷെഡ്യൂൾസ് ഉണ്ട്. പക്ഷേ അവരുടെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് വകുപ്പ് ഇന്നതാണെന്ന്. ഒരു സംശയവും വേണ്ട, പെട്ടെന്ന് തിരിച്ചറിയിച്ചുകളെ. ഭാഷ അത്ര മലിനമായ ഭാഷ വേറെ ആർക്കും ഇല്ല. അപ്പം എനിക്ക് സന്തോഷം. ഇക്കൊല്ലം ഹലാൽ കച്ചവടം, സമൂഹത്തിൻ്റെ ഹലാൽ കച്ചവടം അങ്ങ് പോയി കിട്ടി. ഈ 21-ാം നൂറ്റാണ്ടിലും ഇതും കൊണ്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഇപ്പം ഈ സമൂഹത്തെ കൂടുതൽ മനസ്സിലാക്കുന്നത് എക്സ് മുസ്ലിംസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനൊന്നും അങ്ങനെ മദ്രസയിൽ പഠിച്ചിട്ടേ ഇല്ല. എൻ്റെ മദ്രസയിലെ പഠിത്തം ഉസ്താദിനെ ചീത്ത പറഞ്ഞ് രക്ഷപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ നമ്മളൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല കാര്യമായിട്ട്. എനിക്ക് ശരിക്ക് ഓതാൻ പോലും അറിയില്ല. പക്ഷെ പഠിച്ചവർ ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളെടുത്ത് പുറത്തിടുമ്പോഴാണ് ഇത് ഇത്രയും ഭീകരമാണോ എന്ന് തിരിച്ചറിയുന്നത്. ഇതിൻ്റെ സൃഷ്ടിയിൽ തന്നെ ഈ തെറി ഇതിൻ്റെ കൂടെയുള്ളതാണെന്ന്, അതല്ലെങ്കിൽ ഈ സംസ്കാരമില്ലായ്മ ഇതിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. അത് സമൂഹത്തിലെ എല്ലാത്തിനെയും ക്രോസ് സെക്ഷൻ എടുക്കും. ഇപ്പോൾ ജബ്ബാർ മാഷ് ഖുർആനെ പഠിപ്പിക്കുന്നു. അദ്ദേഹം തിരിച്ചറിവ്, അതായത് കള്ളമില്ലാതെ പഠിപ്പിക്കുന്നു. അവിടെ വ്യത്യാസമുള്ളത്. ഈ മെഴുകിയിട്ട് പഠിപ്പിക്കുന്ന ഒരു എഴുപ്പുണ്ട്. അതിലുള്ള ദോഷങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കള്ളത്തരം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു രീതി. അതിന് പകരം അദ്ദേഹം അതിൻ്റെ സത്യാവസ്ഥ പഠിപ്പിക്കുന്നു. ലിയാഖത്ത് അലി പഠിപ്പിക്കുന്നു. ഹദീസുകളെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു ഹദീസും വായിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു അത്ഭുതം ഉണ്ടായി, ഒരു രസമുണ്ടായി. ഫേസ്ബുക്കിലൊരു കുട്ടി, അയ്യോ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, അല്ലോ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, നമ്മളെ മുസ്ലിങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഒരു പുസ്തകം ഇറങ്ങി, വായിച്ചാൽ തെറി തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തു. ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇത് ഹദീസിൻ്റെ ശരിക്കുള്ള വിവർത്തനമാണെന്ന്. ഞാൻ തപ്പി നോക്കുമ്പോൾ അത് ഹദീസിൻ്റെ ഒറിജിനൽ കോപ്പിയാണ്, മലയാള വിവർത്തനമാണ്. ഈ കുട്ടി അത് വായിച്ചിട്ട് ഇത് മുഴുവൻ തെറിയാണ്, മുഹമ്മദിനെ മോശമാക്കുന്നു. ഇന്നലെയൊക്കെ ചില സ്ത്രീകൾ വന്നിട്ട് എനിക്ക് ഇസ്ലാം അതാണ്, മറ്റതാണ്, മറിച്ചതാണെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയില്ല അവർക്ക്. അയ്യോ അതൊന്നും ഞാൻ വായിച്ചിട്ടില്ല, അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എന്നാലും ഇതാണ് ലോകത്ത് ഇവർ വടി കൊടുത്ത് അടി മേടിച്ചതുപോലെ വേറെ ആരും മേടിച്ചിട്ടില്ല, മേടിച്ചുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ എനിക്കിട്ട് കിട്ടിയാൽ ഞാൻ തിരിച്ചു കൊടുക്കും. സഹോദരന്മാർ മനസ്സിലാക്കണം, എൻ്റെ കയ്യിലുള്ളത് നല്ല ഫോമാണ്, ആർട്ട് ഫോമാണ്. കൃത്യം 1 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി നിങ്ങളുടെ ബാലിശമായിട്ടുള്ള എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും ഇല്ലായ്മ ചെയ്യും. 1 മിനിറ്റ് 2 മിനിറ്റ്. കാരണം ഈ കാഴ്ചയ്ക്ക് അങ്ങനെ ഒരു പവറുണ്ട്. അത് ആയിരക്കണക്കിന് സ്പ്രെഡാവുകയും ചെയ്യും. ഇതൊക്കെ സമൂഹം മാറ്റാൻ വേണ്ടിയിട്ടാണ്. എനിക്കുണ്ടായ അനുഭവമാണ്. ഇവിടെ എനിക്കൊന്നും മുജാഹിദുകളുടെ എന്നതുകൊണ്ട് ഒരു വലിയ സമ്മേളനം നടക്കുകയായിരുന്നു. അവിടെ എക്സിബിഷൻ നടക്കുന്നു. ഞാൻ പോയി. ഞാൻ ചെന്നപ്പോൾ ഒരു മുറിയിൽ അനേകം ക്യാമറകൾ, എന്നിട്ട് മോണിറ്ററുകൾ. എന്നിട്ട് അവിടെയുള്ള ഈ തൊപ്പിയൊക്കെ വെച്ച് ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഇതേപോലെയാണ് അള്ളാഹു എല്ലാവരെയും നോക്കിക്കാണുന്നത്, ഇങ്ങനെ നോക്കിക്കാണുകയാണെന്ന്. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, നമ്മുടെ കക്കൂസിലുണ്ടാവും ഇങ്ങനെ? ഉണ്ടാവും. നമ്മുടെ കിടപ്പറയിലുണ്ടാവും അങ്ങനെ? ഉണ്ടാവും. എല്ലാം പടച്ചു നോക്കിക്കൊണ്ടിരിക്കണോ നീ നിൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെടുന്നത്, നീ കക്കൂസിലിരുന്ന് സാധിക്കുന്നത്?
ഉണ്ടാവും, ഇവിടെയുണ്ട് ഒരാൾ, ഇവിടെയുണ്ട് ഒരാൾ. ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു പടച്ചോനുണ്ടാവും? ആ കുട്ടി കുറച്ച് നേരം തരിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, ഈ മനുഷ്യർക്ക് ഒന്ന് തൂറാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലാഹ് എത്ര വൃത്തികെട്ടവനാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടി ഒന്നും പറഞ്ഞില്ല. കുറച്ച് നേരത്തെ കുട്ടി സ്റ്റണ്ടായിട്ടാണ് നിന്നത്. ഞാൻ ഇന്നലെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇട്ടത്. എല്ലായിടത്തും മലക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ഭാര്യ ചോദിച്ചു, കടപ്പറയിലുണ്ടാവുമോ? ഉണ്ടാവും. ഇതിൻ്റെ ബോഷ്കത്തരം ഒരു വിശ്വാസി മനസ്സിലാവട്ടെ. ഒരു ദൈവം എന്ന് പറയും, ഞാനൊക്കെ ദൈവം എന്ന് പറയുന്നതിന് ഒരു മാന്യതയും ഒരു ഉയർച്ചയുമൊക്കെ കൽപ്പിക്കുന്നുണ്ട്. എൻ്റെ ഈശ്വര സങ്കല്പം അങ്ങനെയാണ്. ഈ 24 മണിക്കൂറും കടുകുമണി പോലുള്ള മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ നടക്കുന്ന ഒരു ഈശ്വരനെയല്ല, എൻ്റെ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചെടുക്കാനും എന്നെ ഞാനാക്കി മാറ്റാനും ഈശ്വരനാക്കി മാറ്റാനും കഴിയുന്ന ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരു ഈശ്വര സങ്കല്പമാണ് എനിക്കൊക്കെ ഉള്ളത്. എന്നെ ഉപദ്രവിക്കുന്നതല്ല, എൻ്റെ ഭാര്യയുടെ ഗുഹ്യതയിലേക്ക് നോക്കുന്നവനല്ല ഈശ്വരൻ. അങ്ങനെ ഉള്ളൊരു ഈശ്വരനാണല്ലോ സങ്കല്പം എല്ലായിടത്തും. അങ്ങനെ ആയിരിക്കണം. ഇതതിന് പകരം എല്ലായിടത്തും എത്തി നോക്കുന്ന, എല്ലാ കക്ഷത്തിലും ഇനി എവിടെയില്ല നോക്കാൻ, എല്ലായിടത്തും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തെ കാല് വെക്കുന്നുണ്ടോ, വലത്തെ കാല് വെക്കുന്നുണ്ടോ, ഇടം കൈയാണ്ടാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇടത്തെ കൈ ഇല്ല ഒരാൾക്ക്, വല കൈ കൊണ്ടല്ലാണ്ട് ചന്തി കഴുകാൻ പറ്റൂ? ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം ഞാൻ നിസ്കരിക്കാൻ പോകുമ്പോൾ ഒതു എടുക്കുന്നു, നിസ്കരിക്കാൻ കയറുന്നു, പള്ളിയിലെത്തുമ്പോൾ ചിലപ്പോൾ കീഴ്വായി പോകും. മനുഷ്യൻ്റെ സഹജമാണല്ലോ, എപ്പോഴാണ് വളി പോവുക എന്നുള്ള ആർക്കും അറിയില്ല. കീഴ്വായി പോവും. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞു. എല്ലാ മനുഷ്യർക്കും കീഴ്വായു എന്ന് പറയുന്നത് നമ്മളെ വയറ്റിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ പോകുന്ന സംഗതിയാണ്. അപ്പം നമ്മൾ ഒതു എടുത്ത് വന്ന് നിസ്കരിക്കാൻ കയറുമ്പോൾ സംഗതി ചിലപ്പോൾ കയ്യിൽ നിന്ന് പോവും, വിട്ടുപോകും. പിന്നെ ഓടണം ഒതു എടുക്കാൻ. എന്ന് ഏറ്റവും രസകരമായി എനിക്ക് തോന്നിയത് അപ്പോഴാണ് ഞാൻ ഈ ഒതു എടുക്കുന്ന എന്താണ്, കൈ, കാല്, മുഖം, ഇങ്ങനെ തലയൊക്കെ കഴുകുക. ചന്തി കഴുകലില്ല. നമ്മുടെ വായു പോകുന്നത് ഇതിൽ കൂടിയാണ്, നമ്മുടെ ആസനത്തിലൂടെയാണ്. പക്ഷെ വൃത്തിയാക്കാൻ പോകുന്നത് എന്താ, കയ്യും കാലും. അപ്പം ഇത് കേട്ടാൽ വിചാരിക്കും ഈ അധോവായു പോകുന്നത് കയ്യിലൂടെയോ അല്ലെങ്കിൽ മുഖത്തൂടെയൊക്കെ ആണെന്ന് തോന്നിപ്പോകും. ഇത്തരം മണ്ടത്തരങ്ങളാണ്. ഞാനിത് ഒരിക്കൽ പറയും, അയ്യോ ഇത് തന്നെ വേറെ കൊല്ലപ്പെട്ട ഉസ്താദ് ചോദിച്ചിട്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ആർക്കും തോന്നുന്നതാണ്. കാരണം വൃത്തി എന്ന് പറയുന്നത് നമ്മൾ അധോവായി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പ്രദേശം കഴുകുകയാണെങ്കിൽ പിന്നെ നമുക്ക് അതില്ല. കയ്യും കാലും മുഖവും കഴുകിയിട്ട് തിരിച്ചു വന്ന് നിസ്കരിക്കാം. പോയ ഗ്യാസ് ആസനത്തിലൂടെയാണ്, ആർക്കും അറിയില്ല. ഇതാണ് ആ ലോകം. ഞാൻ തമാശ പറഞ്ഞല്ല. അപ്പം അതുപോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട്. ഈ അസഹിഷ്ണുത, ഇപ്പോഴുള്ള നിലപാട് പോക്ക്, ഈ പറയുന്ന അമേരിക്ക കത്തുമ്പോഴുള്ള ചിരി, മറ്റുള്ളവരോടുള്ള പുച്ഛം, ഇതര വിശ്വാസ പ്രമാണങ്ങളൊക്കെ മോശം, എൻ്റേത് മാത്രം ശരി, ഞാൻ മാത്രം ശരി എന്ന് പറയുന്ന ആ നിലപാട് പിന്തുടർന്ന് വന്നു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ ഒറ്റപ്പെട്ടു വരും. ആർക്കും ഒരു ആഘോഷങ്ങളിലും ഹലാല് വേണ്ട എന്ന് ചിന്തിക്കാനുള്ള അവകാശം ആ മതത്തിനുണ്ട്, മറ്റു മതങ്ങൾക്കുണ്ട്. നിങ്ങളുടെ വിശ്വാസമല്ല ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളെ മാറ്റി നിർത്താൻ ഞങ്ങൾക്കും അവകാശമുണ്ടെന്ന് ആ ഓരോ സമൂഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വെള്ളം കൂടി മുട്ടും. അവനവൻ്റെ കുടുംബം പട്ടിണിയാവും. ഈ പരിഷ്കൃത സമൂഹത്തിൽ ഒരുമിച്ച് പോകുന്നതാണ് നല്ലത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായാൽ നന്ന്. ഇപ്പോൾ നമുക്ക് കുംഭമേള പഠിപ്പിക്കുന്ന പാഠം അതാണ്. കുംഭമേള നന്നായി നടക്കട്ടെ, അവിടേക്കാരും പ്രശ്നം ഉണ്ടാക്കാൻ പോകാതിരിക്കട്ടെ, കോടിക്കണക്കിന് മനുഷ്യർ അവിടെ വരട്ടെ, അതിലൊരു കുറ്റബോധം ആ സമൂഹത്തിനുണ്ടാവട്ടെ. ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇഴുകിച്ചേരേണ്ടവരാണ്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി,
ഞാനെന്ന് പറയുന്ന ഈ മുസൽമാൻ, അല്ലെങ്കിൽ ഈ മുസ്ലിം, അല്ലെങ്കിൽ ഈ ഇസ്ലാം, ഇവിടെ മുളച്ചു പൊന്തിയ ആ പ്രാകൃത, നിങ്ങൾ പറയുന്ന പ്രാകൃതം എന്ന് പറയുന്ന ആ സംസ്കാരത്തിൻ്റെ ബാക്കി പത്രമാണ് ഞാൻ. ഇവിടെ ഒരു അറബി വന്ന് മുട്ടയിട്ട് വിരിയിച്ചതല്ല എൻ്റെ സമൂഹത്തെ എന്നുള്ള ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അനേക പരമ്പരകളായിട്ട് ഈ ആഘോഷവും ഈ ഉത്സവങ്ങളും കൊടിയേറ്റും തുള്ളലും ഒക്കെ അനുഭവിച്ച് നെറ്റിയിൽ കുറി തൊട്ട് ചന്ദനം വാരിപ്പൂശി ഇങ്ങനെയൊക്കെ വളർന്ന ഒരു സമൂഹത്തിൻ്റെ ബാക്കി പത്രം തന്നെയാണ് തങ്ങളുടെ വേര് അവിടെ തന്നെയാണ്. അതുകൊണ്ട് അത് എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അങ്ങനെ തീരണം, മനസ്സിലാക്കണം. ഒന്നുകൂടി മനസ്സിലാക്കണം, ഹൃദയത്തിലല്ല ബോധം, തലയ്ക്കുള്ളിലാണ്, തലച്ചോറിലാണ്. അത് പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തെ ആ രീതിയിൽ കാണും. ഹൃദയത്തിലാണ് ചിന്ത ഉണ്ടാകുന്നത് എന്നത് മാറ്റിയിട്ട് തലച്ചോറിനാണ് എന്ന് മനസ്സിലാക്കണം. തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ പഠിക്കണം മനുഷ്യർ. നാളെ എന്തെന്ന് ആർക്കും അറിയാത്ത ഒരു ലോകത്ത് നാളെ ഇന്നത് വരും, അതുകൊണ്ട് ഇവിടെ ഇന്നത് ചെയ്ത് അടി മേടിക്കണം, അല്ലെങ്കിൽ കുത്തു മേടിക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കണം എന്നുള്ള ആ അവസ്ഥ മാറട്ടെ. നന്നായി വരട്ടെ സമൂഹം, നന്നായി പഠിക്കാൻ ശ്രമിക്കട്ടെ. ഈ മതവിശ്വാസത്തെ കീറി മുറിച്ച് വിശ്വസിക്കുക, ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം വിശ്വസിക്കാം. എല്ലാം, അതേത് മതമായാലും, ഞാനെന്ന ഹിന്ദു മതമായാലും അങ്ങനെ തന്നെയാണ്. അതിൽ ഒരു അനാചാരങ്ങൾക്കും ഞാൻ കൂട്ടു നിൽക്കില്ല. മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്കൊപ്പം മാത്രമേ ഞാൻ നിലകൊള്ളൂ. അത് ആധുനിക സമൂഹത്തിൽ തിരിച്ചറിയാൻ എളുപ്പമാണ്. അതിൻ്റെ കൂടെ ഞാനുണ്ടാവുള്ളൂ. നന്ദി, നമസ്കാരം.